എം രമയ്ക്കെതിരെ വീണ്ടും നടപടിക്കൊരുങ്ങി സർക്കാർ. വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമയ്ക്കെതിരെ വീണ്ടും സർക്കാർ നടപടിക്കൊരുങ്ങുന്നത്. വിരമിക്കൽ ദിനത്തിൽ അധ്യാപികയ്ക്കെതിരെ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വന്നിരുന്നു. കോളേജിലെ വിദ്യാർത്ഥിനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന മറ്റൊരു പരാതിയിൽ വകുപ്പുതല അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടെന്ന ആരോപണമുയർന്നതോടെ പ്രിൻസിപ്പൽ രമയെ നീക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. പ്രിൻസിപ്പലിനെ ഉപരോധിച്ചുകൊണ്ട് SFI പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പലിനെ നീക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയത്. വിദ്യാർത്ഥിനി നീന്തൽക്കുളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പാറശാല തൃപ്പരപ്പിലാണ് സംഭവം. തെങ്കാശി ഗിരിവലം വന്തല്ലൂർ സ്വദേശി സമുദ്രപാണ്ഡ്യന്റെ മകൻ അയ്യപ്പനാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. +2 പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന അയ്യപ്പൻ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് തൃപ്പരപ്പിൽ എത്തിയത്. അരുവിയിൽ കുളിച്ച ശേഷം സമീപത്തുള്ള നീന്തൽക്കുളത്തിൽ കുളിക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുലശേഖരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ നേരത്തെ മരിച്ചതായി സ്ഥിരീകരിച്ചു. സംഭവത്തിൽ അരുമനം പോലീസ് കേസെടുത്തു. വർക്കലയിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. മണമ്പൂർ ശങ്കരൻമുക്ക് സ്വദേശി വൈശാഖാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:25 കൊല്ലം ഭാഗത്തേക്ക് പോയ കൊച്ചുവേളി യശ്വന്ത്പൂർ എക്സ്പ്രസ് തട്ടിയാണ് അപകടമുണ്ടായത്. റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് പോലീസ് നിഗമനം. മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ഇടപാടുകാർ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ പോലീസ് മോചിപ്പിച്ചു. മലപ്പുറം എടവണ്ണയിലാണ് സംഭവം. സംഭവത്തിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ 5 പേർ അറസ്റ്റിലായി. എടവണ്ണ ഐന്തൂർ സ്വദേശികളായ അജ്മൽ, ഷറഫുദ്ദീൻ, പത്തിപ്പിരിയം സ്വദേശി അബൂബക്കർ, VP ഷറഫുദ്ദീൻ, വിപിൻദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഓൺലൈൻ ട്രേഡിംഗിൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയത്. വണ്ടൂരിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ തടവിൽ കഴിഞ്ഞ യുവാവിനെ പോലീസ് എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. യുവാവിനെ തടവിൽ പാർപ്പിച്ച് വിലപേശി നഷ്ടപ്പെട്ട പണം മേടിച്ചെടുക്കാനായിരുന്നു അറസ്റ്റിലായവരുടെ പദ്ധതി. ഉപ്പളയിൽ ATMിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം കവർന്നത് 3-അംഗ സംഘമെന്ന നിഗമനം. മംഗലാപുരം ഭാഗത്തു നിന്ന് വന്ന സംഘം മോഷണത്തിന് ശേഷം ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോയെന്നാണ് സംശയം. പ്രതികൾ അന്നേ ദിവസം തന്നെ മംഗലാപുരത്ത് സമാനമായ മറ്റൊരു മോഷണം കൂടി നടത്തിയിരുന്നതായും സംശയിക്കുന്നുണ്ട്. വാഹനത്തിന്റെ ചില്ല് തകർത്ത് സീറ്റിലിരുന്ന ലാപ്ടോപ്പാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 ഉപ്പളയിലെ കവർച്ച നടക്കുന്നത്. ATMിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന ₹250 കോടി സ്വകാര്യ കമ്പനിയുടെ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് കൊണ്ടുപോവുകയായിരുന്നു. കൃത്യം നടത്തിയത് ഒരാളാണെങ്കിലും പിന്നിൽ 3-അംഗ സംഘമാണെന്നാണ് നിഗമനം. എന്നാൽ കേസിൽ ഇതുവരെയും പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് 100-ലധികം സുരക്ഷാ ക്യാമറകൾ അന്വേഷണ സംഘം പരിശോധിച്ചു. ഉപ്പള നഗരത്തിലെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. മോഷണത്തിന് പിന്നിൽ ഇതര സംസ്ഥാനക്കാരാണെന്നും സംശയമുണ്ട്.